അപ്പോൾ ഇന്ന് മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ഈ ഡിജിറ്റൽ കാലത്ത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. ആ അതെ, തീർച്ചയായും. നമുക്ക് കിട്ടിയ ഈ ലേഖനക്കുറിപ്പുകൾ നോക്കുമ്പോൾ ഈ വർഷത്തെ വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പത്രപ്രവർത്തനത്തിന്റെ ഭാവിയുമാണ്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പോയാലോ? ഓ, അതിനെന്താ, ഈ AI വിഷയം ഇപ്പോൾ എല്ലാ ചർച്ചയിലും പ്രധാനമാണല്ലോ. 1993 UN ഈ ദിനം പ്രഖ്യാപിച്ചത് ഓർക്കുന്നുണ്ടാവും. അതെ, 1991 ആ വിൻഡ്ഹോക്ക് പ്രഖ്യാപനത്തിന്റെ ഓർമ്മയ്ക്ക്. അതെ, സ്വതന്ത്ര മാധ്യമങ്ങൾ, ബഹുസ്വരത, ആ ആശയങ്ങളൊക്കെ. ഇപ്പോൾ 30 വർഷം കഴിഞ്ഞു. AI വന്നതോടെ പുതിയ തലങ്ങൾ വന്നു അല്ലേ? കൃത്യമായി. ലേഖനത്തിൽ പറയുന്ന പോലെ AI ഒരു ഇരട്ട തലയുള്ള വാള് പോലെയാണ്. അതെങ്ങനെ? അതായത് വാർത്താ ഗവേഷണം, സാധാരണ റിപ്പോർട്ടുകളില്ലേ, അതൊക്കെ തയ്യാറാക്കൽ, വലിയ ഡേറ്റാ സെറ്റുകൾ, അതൊക്കെ വേഗത്തിൽ വിശകലനം ചെയ്യാൻ AI സഹായിക്കും. ശരിയാണ്. ചെറിയ മീഡിയ ഹൗസുകൾക്ക്, അതായത് കുറഞ്ഞ റിസോഴ്സ് ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. അതെ, പക്ഷേ അവിടെയാണ് മറ്റേ വശം വരുന്നത്. ഈ ജനറേറ്റീവ് AI എന്ന് പറയില്ലേ? മനുഷ്യരെ പോലെ എഴുതാനും ചിത്രങ്ങളും വീഡിയോകളും വരെ ഉണ്ടാക്കാനും കഴിവുള്ളവ. അതെ, അത് ഒരേ സമയം നല്ലതും വലിയ അപകടം പിടിച്ചതുമാണ്. ഡീപ് ഫേക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓ, ആ വ്യാജ വീഡിയോകളും ഓഡിയോകളും കണ്ടാ തിരിച്ചറിയില്ല. അതാണ്, യാഥാർത്ഥ്യം ഏതാണ്, കെട്ടുകഥ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. പ്രത്യേകിച്ചും എന്താ പറയുക, ഈ ഇലക്ഷൻ സമയത്തൊക്കെ വലിയ പ്രശ്നമാവാം. അപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാൻ പറ്റാതാവുമോ? അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതിനോട് ചേർത്ത് തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കാര്യവും വരുമല്ലേ? സെർച്ച് എഞ്ചിനുകളും. തീർച്ചയായും. അവരൊക്കെ പ്രവർത്തിക്കുന്നത് AI അൽഗോരിതങ്ങളിലാണല്ലോ. എഡിറ്റോറിയൽ തീരുമാനം എന്നതിനേക്കാൾ എൻഗേജ്മെന്റ്, അതായത് ആളുകൾ എന്തിൽ കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു എന്നതിനനുസരിച്ച്. അതെ. അപ്പോ പലപ്പോഴും സത്യസന്ധതയേക്കാൾ അല്ലെങ്കിൽ പ്രാധാന്യത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന, വൈറലാവുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കിട്ടും. ഇത് വാർത്തയുടെ നിലവാരത്തെ ബാധിക്കില്ലേ? സെൻസേഷണലിസം കൂടും. അതെ, ഇവിടെയാണ് ലേഖനത്തിൽ പറയുന്ന ആ ഡിജിറ്റൽ കൊളോണിയലിസം എന്ന ആശയം വരുന്നത്. ഡിജിറ്റൽ കൊളോണിയലിസമോ? അതെന്താണ്? അതായത് വലിയ ടെക് കമ്പനികൾ അവരുടെ അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്നത് പത്രപ്രവർത്തകരുണ്ടാക്കുന്ന കണ്ടന്റ് ഉപയോഗിച്ചാണ്. അവർ അതിലൂടെ വലിയ ലാഭമുണ്ടാക്കുന്നു. പക്ഷേ ഈ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള യഥാർത്ഥ ചിലവ്, അതിന്റെ ഉത്തരവാദിത്തം, അതൊന്നും അവർ വഹിക്കുന്നില്ല. അപ്പോ പണി വേറെ ആൾക്ക്, ലാഭം ഇവർക്ക്. ഏകദേശം അതെ. ഇത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചെറിയ മാധ്യമ സ്ഥാപനങ്ങളെ ഒതുക്കാൻ സാധ്യതയുണ്ട്. വാർത്തകളിൽ ഒരേകീകൃത സ്വഭാവം വരാം, വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലാതാവാം. പ്രാദേശിക വാർത്തകൾക്കൊന്നും പിന്നെ വലിയ സ്ഥാനം ഉണ്ടാവില്ല. സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം കൂടിയുണ്ട്. എന്താണത്? AI ഉപയോഗിച്ചുള്ള നിരീക്ഷണം, സർവെയിലൻസ്. പത്രപ്രവർത്തകരുടെ ഓൺലൈൻ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുക, അവരുടെ സംഭാഷണങ്ങൾ ചോർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ, ഇത് അവരുടെ സുരക്ഷയെയും പിന്നെ വാർത്താ ഉറവിടങ്ങളുടെ രഹസ്യ സ്വഭാവത്തെയും അപകടത്തിലാക്കും. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണത്. തികച്ചും. ചില രാജ്യങ്ങളിൽ AI ഉപയോഗിച്ച് കണ്ടന്റ് നിയന്ത്രിക്കുന്നതും സെൻസർ ചെയ്യുന്നതുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അൽഗോരിതങ്ങൾക്ക് പക്ഷപാതം വരാം അല്ലേ? അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ചില വാർത്തകൾ മൂക്കാം. തീർച്ചയായും. AI എപ്പോഴും ഒരു നിഷ്പക്ഷ ടൂളാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ നല്ല വശങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. വ്യാജവാർത്തകളെ കണ്ടുപിടിക്കാൻ AI ടൂളുകൾ സഹായിക്കില്ലേ? ഫാക്ട് ചെക്കിംഗ് പോലുള്ളവ. അതിനുള്ള സാധ്യതകളുണ്ട്. സങ്കീർണമായ ഡേറ്റ സ്റ്റോറികൾ, വലിയ അഴിമതികളൊക്കെ പുറത്തുകൊണ്ടുവരാൻ അന്വേഷണാത്മക പത്രപ്രവർത്തകരെ AIക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ സമീപിക്കണം എന്നതാണ് ചോദ്യം. അതെ, ഇവിടെയാണ് ജാഗ്രത വേണ്ടത്. ധാർമ്മികമായ ഒരു സമീപനം വേണം. സുതാര്യത, ഉത്തരവാദിത്തം, ഇതൊക്കെ ഉറപ്പാക്കണം. AI ഒരു സഹായ ഉപകരണം മാത്രമായിരിക്കണം. അതെ, പത്രപ്രവർത്തകരെ ശാക്തീകരിക്കുന്നൊന്നാവണം, അല്ലാതെ അവരെ ഇല്ലാതാക്കുന്നൊന്നാവരുത്. ഈ വർഷത്തെ ആഗോള സമ്മേളനം പോലും ഊന്നൽ നൽകുന്നത് ഈ കാര്യങ്ങൾക്കാണ്. AI വികസനം പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം. നമ്മൾ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ ദിനം മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണത്? ലോകമെമ്പാടുമുള്ള പത്രപ്രവർത്തകരുടെ ധൈര്യം, അവരുടെ ത്യാഗങ്ങൾ, പ്രത്യേകിച്ച് സംഘർഷ മേഖലകളിലും മറ്റും ജോലി ചെയ്യുന്നവർ. ശരിയാണ്.
സത്യം പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർ, ജയിലിൽ പോകുന്നവർ, എന്തിന് കൊല്ലപ്പെടുന്നവർ വരെയുണ്ട്. അവരുടെ ഓർമ്മ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പത്രപ്രവർത്തനം വെറുമൊരു ജോലിയല്ല എന്നാണ്. അതെ, അതൊരു പൊതുവിശ്വാസമാണ്. ജനാധിപത്യത്തിന്റെ ഒരു നെടുന്തൂൺ. സ്വതന്ത്രമായും പേടിയില്ലാതെയും റിപ്പോർട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. അതിനായി നമ്മൾ വീണ്ടും ഒരുമിക്കണം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സങ്കീർണമായ ഘട്ടത്തിലാണ്. വിവരങ്ങൾ കൈമാറാൻ ഇത്രയധികം വഴികളുള്ളപ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന വാർത്ത കിട്ടാനുള്ള പോരാട്ടം കടുക്കുകയാണ്. അതെ, ലേഖനം അവസാനിപ്പിക്കുന്നതുപോലെ ഈ AI വിപ്ലവത്തിൽ പത്രപ്രവർത്തനം ഇരയാവുകയല്ല വേണ്ടത്. പകരം ഈ പുതിയ ലോകത്ത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ധാർമ്മിക ദിശാസൂചികയായി പത്രപ്രവർത്തനം മാറണം. ടെക്നോളജി മുന്നോട്ടു പോകുമ്പോൾ സത്യത്തെയും പത്രസ്വാതന്ത്ര്യത്തെയും എങ്ങനെ സംരക്ഷിക്കാം? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. തീർച്ചയായും. നിങ്ങൾ ശ്രോതാക്കൾ ഇതേക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? സാങ്കേതികവിദ്യയും സത്യസന്ധമായ പത്രപ്രവർത്തനവും എങ്ങനെ ഒരുമിച്ചു പോകും? ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ?